സിപിഐയെ കടുത്ത പ്രതിസന്ധിയിലാക്കി പീരുമേട് മണ്ഡലത്തിൽ വീണ്ടും നേതാക്കളുടെ രാജി തുടരുന്നു. വാടൂർ സോമൻ എംഎൽഎയുടെ മരണശേഷം 6 മാസത്തിനിടെ ഡസനിലധികം നേതാക്കളാണ് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ്, ബിജെപി, സിപിഎം പാർട്ടികളിലേക്കാണ് ഇവർ ചേക്കേറിയത്. കൂടാതെ ഏതാനും നേതാക്കൾ പദവികൾ ഒഴിഞ്ഞ് അവധിയെടുത്ത് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ ഏലപ്പാറ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം റോണി സെബാസ്റ്റ്യനാണ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത്. ജില്ലാ കൗൺസിൽ അംഗം ജോയി വടക്കേടം അടുത്തിടെ രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരുന്നു. അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് മുതിർന്ന 5 നേതാക്കൾ പാർട്ടി വിട്ട് സിപിഎമ്മിൽ ചേർന്നത് ജനുവരിയിലാണ്. മുൻ ജില്ലാ കൗൺസിൽ അംഗം PN മോഹനൻ, AITUC നേതാവ് VR ബാലകൃഷ്ണൻ, മുൻ പഞ്ചായത്ത് അംഗമായ CT ചെറിയാൻ, മുൻ മണ്ഡലം കമ്മിറ്റി അംഗം KA ഗോപി, മഹിളാ സംഘം മുൻ മണ്ഡലം പ്രസിഡന്റ് ഓമന മോഹൻ എന്നിവരാണ് സിപിഎമ്മിന്റെ ഭാഗമായത്. കുമളി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ലോക്കൽ സെക്രട്ടറി സജീവ് എംപിള്ളി യുവതരായി മത്സരിക്കുകയും പിന്നീട് BJPയിൽ ചേരുകയും ചെയ്തത് വലിയ തിരിച്ചടിയായിരുന്നു. പാർട്ടിയിൽ നാളുകളായി നിലനിൽക്കുന്ന രൂക്ഷമായ വിഭാഗതയാണ് ഒരു പരിധിവരെ കുഴിമുക്കൾക്ക് കാരണമെന്ന വിമർശനവും ഉയർന്നു. പാർട്ടി നേതാക്കളുടെയിൽ അനൈക്യത്തിന് അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാറിനോട് പീരുമേട്ടിൽ കൂടുതൽ സജീവമാകാൻ സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് നിയോജക മണ്ഡലത്തിലെ LDFന്റെ വികസന സന്ദേശയാത്രയുടെ ക്യാപ്റ്റൻ പദവി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ വ്യത്യസ്തമായ ചേരികൾ നിൽക്കുന്നതിനാൽ 4 തവണ തുടർച്ചയായി വിജയിച്ച മണ്ഡലം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. ഇടുക്കി വിഷൻ, കുമളി.